ഹലോ കൂട്ടുകാരെ, ഒരു തുള്ളി എണ്ണ ചേർക്കാതെ വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും നമുക്ക് മയോണൈസ് ഒന്ന് ഉണ്ടാക്കിയാലോ വീട്ടിൽ. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു പുഴുങ്ങിയ മുട്ടയാണ്. ആ പുഴുങ്ങിയ മുട്ട ചെറിയ പീസുകളായി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ചെറിയ ഗ്രൈൻഡറിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 2 അല്ലി വെളുത്തുള്ളി, ഒരു ലേശം ഉപ്പ്, കുറച്ച് പഞ്ചസാര, ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ, ഒരു 1/4 ടീസ്പൂണിനേക്കാൾ കുറച്ച് മതി. പിന്നെ ഓരോരുത്തരെയും ടേസ്റ്റിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. പിന്നെ വേണ്ടത് തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാലാണ്. അത് ഞാൻ 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ വിനാഗിരിയാണ്. പിന്നെ നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഒരു 1/4 ടീസ്പൂണോളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്, അതുകൊണ്ടാണ് ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് എല്ലാം ചേർത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഹെൽത്തി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മയോണൈസ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മയോണൈസിൽ ഒത്തിരി ഓയിലും കെമിക്കലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ അതത്ര ഹെൽത്തി അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഓയിലൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു മയോണൈസിൻ്റെ റെസിപ്പിയാണിത്. നമ്മൾ സാധാരണ മയോണൈസൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു ടെക്സ്ചറിൽ തന്നെയാണ് നമുക്കിത് കിട്ടുക. അത്യാവശ്യം തിക്നെസ്സൊക്കെ ഉണ്ട്. ടേസ്റ്റ് ആണെങ്കിലും അടിപൊളിയാണ്. അപ്പോൾ കുട്ടികൾക്ക് സാൻഡ്വിച്ച് വേണമെന്ന് പറയുകയാണെങ്കിൽ അത് ഉണ്ടാക്കി കൊടുക്കാനായാലും അല്ലെങ്കിൽ ഫ്രൈഡ് ചിക്കൻ്റെ കൂടെ കൊടുക്കാനായാലും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.